പൂരത്തെ മതേതരമാക്കാൻ നടക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയണം. അവിടെ നടക്കുന്ന വെടിക്കെട്ടോ, അവിടെ നടക്കുന്ന പാണ്ടിമേളമോ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പിന്നെ ഈ ആന ഓട്ടമോ ആന പ്രദർശനമോ ഒന്നുമല്ല പൂരം. അത് അതിൻ്റെ ഭാഗം മാത്രമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് 10 ക്ഷേത്ര ദേവതകൾ, 10 ക്ഷേത്രമാണ്, ഒന്നും രണ്ടുമല്ല. തൃശ്ശൂരിനും സമീപത്തുമുള്ള വടക്കുന്നാഥനും പാറമേക്കാവ് ഉൾപ്പെടെയുള്ള 10 ദേവക്ഷേത്രങ്ങൾ, ക്ഷേത്ര ദേവതകൾ വടക്കുന്നാഥനെ കണ്ടു വണങ്ങി തിരിച്ചു പോകുന്നു എന്നാണ് തൃശ്ശൂർ പൂരത്തിന്റെ സങ്കല്പം. അതുകൊണ്ടാണ് പൂരം എന്ന പേരിട്ടിരിക്കുന്നത്, ആറാട്ട് പൂരം എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ അനുഷ്ഠാന മഹിമയെന്ന് പറഞ്ഞാൽ ഈ 10 ദേവതാ സമ്പ്രദായങ്ങളിലുള്ള 10 ക്ഷേത്രങ്ങളിലുള്ള ദേവിമാർ അവിടെ വന്ന് അനുഗ്രഹം വാങ്ങി പോകുന്നു. കിഴക്കേ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെയും പടിഞ്ഞാറ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും നേതൃത്വത്തിലാണ് 5 വീതം ദേവതകൾ വടക്കുനാഥനെ തൊഴാൻ എത്തുന്നത്. പാറമേക്കാവും തിരുവമ്പാടിയും കൂടാതെ 6 ഭഗവതി ക്ഷേത്രങ്ങളും 2 ശാസ്താ ക്ഷേത്രങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അപ്പോൾ 6 2 8 2 10 പങ്കെടുക്കുന്നു. ആനയും വാദ്യസംഗീതവും വെടിക്കെട്ടും മറ്റ് കലാവിദ്യകളും പൂരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ്. ശക്തൻ തമ്പുരാന്റെ കാലം മുതലാണ് പൂരം തുടങ്ങി എന്ന് പൂരം അതിനു മുമ്പേ ഉണ്ട്, കരിമരുന്നും തുടങ്ങി എന്നതാണ് കരുതപ്പെടുന്നത്. പൂരങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് ആറാട്ടുപുഴ പൂരമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയാൻ എത്ര തലമുറയ്ക്ക് പിറകിലാണ് ആറാട്ടുപുഴ ശ്രീസാക്ഷാ ക്ഷേത്രത്തിലാണ് പൂരം തുടങ്ങിയതെന്നും കരുതപ്പെടുന്നു. തൃശ്ശൂർ തട്ടകത്തിലുള്ള 101 ക്ഷേത്രങ്ങളിലെ ദേവതമാരുടെ മഹാസംഗമമായിരുന്നു ആറാട്ടുപുഴ പൂരം. എന്തൊരു സംഭവമാണെന്നറിയാം. ദേവതമാരുടെ 101 ദേവതാ സമ്പ്രദായത്തിലുള്ള 101 ദേവതമാരുടെ സംഗമ ഭൂമിയായിട്ട് നടന്ന ആറാട്ടുപുഴ പൂരം വർഷങ്ങൾക്ക് മുമ്പ് എന്നൊരു വിശ്വാസം നടന്നിരുന്നതായും വിശ്വാസമുണ്ട്. 1798 പെയ്ത മഴയാണ് അവിടെ വില്ലൻ. ഇവിടെ ഇപ്പൊ ചൂടാണ് വില്ലനെങ്കിൽ മഴ, പേമാരി വരുന്നത് വരെ, വലിയ മഴ വരുന്നത് വരെ തൃശ്ശൂർ ക്ഷേത്രങ്ങളും ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പൂരമായിരുന്നില്ല ഏറ്റവും വലുത്, ആറാട്ടുപുഴ പൂരമായിരുന്നു. എന്നാൽ അക്കൊല്ലം മഴ കാരണം തൃശ്ശൂർക്കാർക്ക് പൂരത്തിനപ്പോൾ അങ്ങോട്ട് ആറാട്ടുപുഴയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല. ആറാട്ടുപുഴക്കാരാകട്ടെ തൃശ്ശൂർക്കാരെ കാത്തു നിന്നുമില്ല. അപ്പോൾ ഇതൊരു വൈരാഗ്യവും കൂടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് പൂരത്തിന്റെ കഥ പഠിച്ചാൽ. അതിൽ പ്രതിഷേധിച്ച് അന്നത്തെ കൊച്ചി തമ്പുരാനായ രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിൽ തന്നെ പൂരം തുടങ്ങി. ഈ കണക്ക് പ്രകാരമാണെങ്കിൽ 228 വർഷത്തെ ചരിത്രമുണ്ട് തൃശ്ശൂർ പൂരത്തിന്. അപ്പോൾ ചെറിയ കാര്യമല്ല. 228 വർഷത്തെ ചരിത്രമുള്ള തൃശ്ശൂർ പൂരം നടക്കാൻ കാരണവും ഒരു കുഞ്ഞു വൈരാഗ്യത്തിൽ നിന്നാണ്. ആറാട്ടുപുഴ പൂരം, 101 ദേവതകളുടെ പൂരം നടന്നിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് പെരുമഴ കാരണം തൃശ്ശൂർക്കാർക്ക് ചെല്ലാൻ പറ്റിയില്ല. തൃശ്ശൂർക്കാർ വന്നിട്ട് നടത്താമെന്നുള്ള മെസ്സേജ്, അന്ന് ഈ കമ്പിയടിയും ചെറിയ ഫോണൊക്കെ കാണത്തുള്ളൂ, അല്ലാതെ ഈ മൊബൈലൊന്നും ഇല്ലല്ലോ, വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. ഞങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെ എത്തിയെന്ന് പറയാൻ വാട്സപ്പ് ഒന്നും ഇല്ല. അപ്പോൾ എന്നിട്ടും എന്തെങ്കിലും സംവിധാനത്തിൽ അറിയിച്ചു കാണും. ചിലപ്പോൾ ആളൊക്കെ പോയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവരും കൂടെ വരട്ടെ നടത്താമെന്ന് പറഞ്ഞത് കേൾക്കാതെ ആറാട്ടുപുഴക്കാർ പൂരവുമായി മുന്നോട്ട് പോകിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്. പക്ഷേ തൃശ്ശൂർ പൂരമാണ് പിന്നെ വലിയ രൂപത്തിൽ മാറി, വലിയ പബ്ലിസിറ്റിയായി തൃശ്ശൂർ പൂരം മാറി. എന്നാൽ തൃശ്ശൂർ പൂരത്തെ മതേതരമാക്കാൻ നടക്കുന്ന ആളുകൾ ആലോചിക്കണം, അത് ഒരു മതേതരവുമല്ല. അവിടെ 30 മണിക്കൂർ നേരം നടക്കുന്ന പൂജാതി കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2 ദേവി പാറമേക്കാവിലെയും അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെയും പിന്നെ ദേവതമാർ അല്ലെങ്കിൽ ആ ദേവതാ സങ്കല്പങ്ങൾ വന്ന് കാണുന്നു എന്നൊക്കെ, അതിനാണ് ആനപ്പുറത്ത് അവർ നിൽക്കുന്നത്. വളരെ വളരെ വലിയ സങ്കല്പങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ചടങ്ങുകളുമുള്ള ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം. അതിനെ കേവലം വെടിക്കെട്ടിൽ ഒതുക്കി, അതിനെ പിന്നെ സെക്കുലർ ഉത്സവമാക്കി, 4 ക്രിസ്ത്യാനികളും 5 മുസ്ലിങ്ങളും കൂടെ അവിടെ വന്ന് അവർ കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ സംഭ്രാടത്തിന് കൊടുക്കുക, എന്തെങ്കിലും കാര്യം വന്നാൽ ഉടനെ ഇത് സെക്കുലറായി, ഇത് ഹിന്ദുക്കളുടേതല്ല എന്നൊക്കെ പറയുന്ന ഒരുതരം പരിപാടി അവിടെയുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വർണ്ണം വിതറിവിടുന്ന വെടിക്കെട്ടാണ് 2 കൂട്ടരും ലക്ഷ്യമാക്കുന്നത്. വർണ്ണത്തോടൊപ്പം ശബ്ദവും വളരെ പ്രധാനമാണ്. പക്ഷേ ശബ്ദം കുറയ്ക്കേണ്ടതായിരുന്നു. കുറച്ച് വർണ്ണത്തിന് പ്രാധാന്യമുള്ള ആണ് അവിടെ നടത്തേണ്ടത്. ആനക്കച്ചവടക്കാരുണ്ട്, പിന്നെ വെടിക്കെട്ട് നിർമ്മാതാക്കളുണ്ട്, മേള കലാകാരന്മാരുണ്ട്, പിന്നെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഒരു നിക്ഷിപ്ത താല്പര്യമായി, ബാഹ്യമോടിയായി ഈ വിഷയം മാറി പൂജയുടെയും ചടങ്ങിന്റെയും ആചാരത്തിന്റെയും ഇവർ ഹൈജാക്ക് ചെയ്തു. അതാണ് തൃശ്ശൂർ സംഭവിച്ചത്. ഹൈജാക്ക് ചെയ്തപ്പോൾ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു, പലതും നടന്നു. എന്നാൽ ആചാരത്തിന്റെ ഭാഗമായി ഇതെല്ലാം നമുക്ക് ചെയ്യാം. വെടിക്കെട്ടും ചെയ്യാം, ആനയും കൊണ്ടുവരാം, പൂരവും നടത്താം, താളി ഓടിക്കാം, പിന്നെ മേളയും കാണാം എന്ന് പറഞ്ഞതുപോലെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെ
ഒരു കച്ചവട താല്പര്യത്തിന്റെ ഇടയിലേക്ക് മാറിപ്പോയതാണ് തൃശ്ശൂർ സംഭവിച്ചത്. അതിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഈ സകലവിധ ജാതി മതസ്ഥരും എല്ലാം കൂടെ കയറി ഇതെങ്ങനെ നമുക്കൊരു കച്ചവടമാക്കി കൊണ്ടുവരാം എന്ന് ആലോചിച്ചു. പക്ഷേ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ, മറ്റൊരു ക്ഷേത്രത്തിൽ ഇത് നടക്കത്തില്ല. അവിടെ പള്ളിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പള്ളിയിൽ വിശ്വാസികളല്ലാത്തവർക്ക് കയറി ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. വിശ്വാസികളായാലും മുസ്ലിം പള്ളികളാണെങ്കിൽ മുസ്ലിം വിശ്വാസികളായിരിക്കണം. ഇനി മുസ്ലിങ്ങളിൽ ഉള്ളവരിൽ പോലും പള്ളിയിലൊക്കെ പോയി മുസ്ലിം വിശ്വാസം കൃത്യമായി അള്ളാഹുലും നബിയിലൊന്നും വിശ്വസിക്കാത്തവരാണെങ്കിൽ പള്ളി കയറ്റത്തില്ല. ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ ഒരു കാരണവശാലും വേറെ ആരെയും കയറ്റത്തില്ല. ഒരു ഹിന്ദുവിനെ ഒരു പരിപാടികളെയും അവിടുത്തെ ഒരു കാര്യത്തിലും കയറ്റത്തില്ല. അവിടെ ഒരു മതേതരത്വവും ഇല്ല, ഒരു സെക്കുലറിസവും ഇല്ല. അത് പ്യുവർലി മതത്തിന്റെ കാര്യമാണ്, ദൈവത്തിന്റെ കാര്യമാണ്, ഭക്തിയുടെ മാർഗമാണ്. ഇവിടെ വരുമ്പം മേശ മാറും. സകലവരും ഹിന്ദുവിനെ നന്നാക്കാൻ ഇറങ്ങും. സകലവർക്കും ഒരു മതേതരത്വം വേണം, ഒരു സെക്കുലറിസം വേണം. പിന്നെ അതിന്റെ പുറത്ത് കച്ചവടമായി, അതിന്റെ പുറത്ത് പിന്നെ മറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ തൃശ്ശൂർ പൂരത്തെ ഹൈജാക്ക് ചെയ്തവർ മാറി നിൽക്കുക. 10 വർഷങ്ങൾ കൊണ്ട് വളരെ വലിയ വർഷങ്ങൾ 250 വർഷത്തോളം പാരമ്പര്യമുള്ള പൂരം അതിന്റെ ഗരിമയിൽ അതിന്റെ മഹിമയിൽ നടക്കട്ടെ. ബാക്കിയുള്ള ചേട്ടന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും കമ്മികളും കൊങ്ങികളും സകല സുഡാപ്പികളും സകല പരിവാറുകാരും സംഘപരിവാറുകാരും BJP-ക്കാരും സകല പേരും കച്ചവടക്കാരും എല്ലാം മാറി നിൽക്കുക. അത് ഹിന്ദു സമൂഹത്തിന്റെ യഥാർത്ഥ ഹിന്ദു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു ആരാധനാ ക്ഷേത്രവും അതിന്റെ പൂജകളും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അത് മാത്രം തൽക്കാലം അവർക്ക് വിട്ടുകൊടുക്കുക. ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളിൽ വിശ്വാസികളായിട്ടുള്ള സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും ഒന്നും അല്ലാത്ത യഥാർത്ഥ വിശ്വാസിക്ക്, അത് സംഘപരിവാറാണെങ്കിൽ പോലും വിട്ടുകൊടുക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല, യഥാർത്ഥ വിശ്വാസിക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ പൂരം പൊടിപൂരം ആകട്ടെ.